ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കുമായിട്ട് ഞാൻ പറയുന്നതാണ്. കുട്ടികൾക്കുൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് പൊണ്ണത്തടി, ദേഹത്ത് മൊത്തം കൊഴുപ്പുകളുടെ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പം ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ സാധിക്കുമോ എന്നുള്ള കാര്യം. മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പം ജിമ്മിലോട്ടൊക്കെ പോകും, എന്നിട്ട് ഇപ്പം 1-2 ആഴ്ചയൊക്കെ വർക്കൗട്ട് ചെയ്യും. വലിയ കാര്യമൊന്നുമില്ലെന്ന് കാണുമ്പം നേരെ തിരിച്ച് അവർ മടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഈ തടി കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇപ്പം നിങ്ങൾ പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, 15 ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തടി കുറയും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്നുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഓക്കെ, നമ്മുടെ മൈൻഡ് സെറ്റ് മാറാതെ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്ത് മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ലോസ് ചെയ്യാനായിട്ട് പറ്റൂ. അല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വഴികളും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആർക്കാണെങ്കിലും ഈ കാര്യങ്ങൾ ബാധകമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫാറ്റ് കുറയ്ക്കണം, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഫാറ്റ് കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഗുണകരവും. ഓക്കെ, അപ്പം ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. നിങ്ങളൊരു ഹാർഡ് വർക്കായിട്ട് ഒരു വലിയൊരു ലക്ഷ്യമായിട്ട് ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ മൈൻഡിനെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇതിൻ്റെ ഫസ്റ്റായിട്ടുള്ള ഒരു കടമ്പ തന്നെയാണ്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ പരിപാടി നിർത്തും. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാര മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, പഞ്ചസാര കുറച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതായിരിക്കും. ഒറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ കണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ ഫാറ്റ് ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, അതിന് നിങ്ങൾക്ക് വളരെ ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു വാക്കാണിത്. കാരണം നിങ്ങൾ മാക്സിമം ഷുഗറിനെ അവോയ്ഡ് ചെയ്യുക. കാരണം ഷുഗർ നമുക്കറിയാം വളരെ അപകടകരമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ശരീരത്തിൽ നമ്മുടെ ഫാറ്റിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സാധനം കൂടിയാണ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പം ഷുഗർ നിങ്ങൾ മാക്സിമം കട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റിയിടുക, ഷുഗർ കട്ട് ചെയ്യുക. അതിനൊക്കെ തന്നെ മിക്കവാറും ആൾക്കാരൊക്കെ തടി കുറയ്ക്കണമെന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടി, അത് കൂടുതലും സ്ത്രീകളാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ആവശ്യമില്ലാത്ത ഡയറ്റിലോട്ട് പോവുക, അത് ഈ കീറ്റോ ഡയറ്റൊക്കെ പോലുള്ള ഡയറ്റുകളിലോട്ടൊക്കെ പോവുക. പക്ഷേ അത് നിങ്ങൾ സൂക്ഷിക്കുക, വളരെ അപകടകരമാണ്. അങ്ങനെയുള്ള ഡയറ്റിലോട്ടൊക്കെ വളരെ പെട്ടെന്നായിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിന് അത് വലിയ ദോഷങ്ങളുണ്ടാക്കും. കാരണം അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് കാർബോഹൈഡ്രേറ്റിനെ കട്ട് ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇതാണ് നമുക്ക് ശരീരത്തിന്. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു എനർജിയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിനൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ഡയറ്റിങ്ങും ചെയ്യാതിരിക്കുക. ഓക്കെ, പക്ഷേ എങ്കിൽ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ അധികമായിട്ട് കഴിക്കാതിരിക്കുകയും വേണം. ഒരു മിനിമം ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ 10 മിനിറ്റ് മുമ്പൊക്കെ നിങ്ങൾ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഭക്ഷണത്തിനോടുള്ള ഒരാർത്തി ഒക്കെ കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ടിപ്സുകൾ നമ്മൾ ചെയ്യുക. പിന്നെ അതേ തന്നെ ഫാറ്റ് ലോസ് വർക്കൗട്ടുകൾ നമ്മൾ വീട്ടിൽ ചെയ്യുക. അപ്പം ഫാറ്റ് ലോസ് വർക്കൗട്ടുകൾ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് വീട്ടിൽ വളരെ ലളിതമായിട്ടൊക്കെ തുടക്കക്കാർക്കൊക്കെ ഫാറ്റ് ലോസ് ചെയ്യാവുന്ന വർക്കൗട്ടുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അല്ലാതെ പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും പത്രങ്ങളിലോ ഈ മാധ്യമങ്ങളിലൊന്നും കണ്ടിട്ട് വ്യായാമം ഇല്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ അതിയേറെ ഡയറ്റിംഗ് ഇല്ലാതെ നമുക്ക് തടി കുറപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ വീഴാതിരിക്കുകയോ കുറുക്കുവഴികൾ വീഴാതിരിക്കുകയോ. ഓക്കെ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾക്ക് യാതൊരു മാറ്റങ്ങളും ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ നിങ്ങൾ വെറുതെ പറ്റിച്ച് കാശുണ്ടാക്കാനുള്ള ഓരോ പരിപാടികളാണെന്നുള്ള കാര്യം
തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറുക്ക് വഴികളൊന്നും തന്നെയില്ല. നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലോണം വ്യായാമം ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൂടി നല്ല രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് മാത്രമേ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഞാൻ ആദ്യം പറയുന്നത് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള ഒരു ദൃഢമായൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ട് നിങ്ങൾ മുടക്കാതിരിക്കുക, മനസ്സിനെ മടിപ്പിക്കാതിരിക്കുക. ഓക്കെ, ആരെന്ത് പറഞ്ഞാലും അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് മാത്രം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു നല്ല അവസ്ഥയിലോട്ടൊക്കെ പതുക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ഫിറ്റ്നസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.